വെൽക്കം യു ഓൾ ടു ദിസ് കൊമേഴ്സ് ഈസി ലേണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ബികോം 6th സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണിത്. സബ്ജക്റ്റ് ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. യൂണിവേഴ്സിറ്റി മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 15 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് 2 മാർക്സിൻ്റെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോസാണിത്. 4 മാർക്സിൻ്റെയും എസ്സേയുമായിട്ട് അടുത്ത വീഡിയോസിൽ ഉൾപ്പെടുത്താം. അതിൽ അപ്പോൾ എന്ത് ചെയ്യാം, പാർട്ട് ബി ആയിട്ടുള്ള കോർപ്പറേറ്റ് ഗവേണൻസും കൂടിയിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ മുൻകാലങ്ങളിൽ ഈ പറയുന്ന ഓഡിറ്റിംഗ് മാത്രമായിരുന്നില്ല സബ്ജക്റ്റ് സിലബസിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് റീസെൻ്റ് ആയിട്ടാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നും പറയുന്ന ഒരു ടോപ്പിക്കും കൂടി ആഡ് ചെയ്ത് വന്നത്. അതുകൊണ്ട് അതിലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിലുള്ളത് 2 മാർക്സിൻ്റെ മാത്രമാണ്. പക്ഷെ നല്ല രീതിയിൽ മാക്സിമം 2 മാർക്സ് നല്ല രീതിയിൽ തന്നെ എഴുതണം. കാരണം പേപ്പർ പ്രസൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. ആദ്യം നമ്മൾ 2 മാർക്സിൽ എഴുതുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. 2019 ചോദിച്ച ക്വസ്റ്റ്യൻ 2 മാർക്സിന്. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ഓഡിറ്റ് റിപ്പോർട്ട്? എന്താണ് ഓഡിറ്റ് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്കത് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തത്, വാട്ട് ഈസ് വെരിഫിക്കേഷൻ? ദെൻ നെക്സ്റ്റ്, ഡിഫൈൻ ഇൻവെസ്റ്റിഗേഷൻ. ദെൻ ഫോർത്ത് വൺ, വാട്ട് ഈസ് ടാക്സ് ഓഡിറ്റ്? ദെൻ വാട്ട് ഈസ് ഇൻറ്റേർണൽ ചെക്ക്? അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ 4th ക്വസ്റ്റ്യനിൽ ടാക്സ് ഓഡിറ്റ് എന്നൊക്കെ ഇല്ലേ, അതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് എന്ന് പറയുന്ന എല്ലാ ടൈപ്പും ഇമ്പോർട്ടൻ്റാണ്. കാരണം അതിൽ നിന്ന് എല്ലാ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ എല്ലാ ടൈപ്സും 2 മാർക്സിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ഇൻറ്റേർണൽ ചെക്ക്. ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻറ്റേർണൽ കൺട്രോൾ, ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്ന മോഡ്യൂളെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ദെൻ വാട്ട് യു മീൻ ബൈ അക്കൗണ്ടിങ് ആൻഡ് അഷ്യൂറൻസ് സ്റ്റാൻഡേർഡ് ചോദിച്ചിട്ടുണ്ട്. അത് ഒരു 2-3 വട്ടമൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസാണ് വന്നിരിക്കുന്നത്. ദ നെക്സ്റ്റ്, വാട്ട് ഈസ് റീപ്ലേസ്മെൻറ്റ് വാല്യൂ? എന്താണ് റീപ്ലേസ്മെൻറ്റ് വാല്യൂ എന്നുള്ളത്. ദ നെക്സ്റ്റ്, വാട്ട് ഈസ് സ്റ്റാറ്റുറ്ററി ഓഡിറ്റ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആട്ടോ. വാട്ട് ഈസ് സ്റ്റാറ്റുറ്ററി ഓഡിറ്റ്? ദെൻ വാട്ട് ഈസ് സോഷ്യൽ ഓഡിറ്റ്? കാരണം ഇപ്പോൾ തന്നെ നമ്മൾ ക്ലാസിഫിക്കേഷനിൽ ടാക്സ് ഓഡിറ്റ് പഠിച്ചു, സോഷ്യൽ ഓഡിറ്റ് പഠിച്ചു. അതിന് ഞാൻ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഓഡിറ്റ് എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, ഇതാണ് 2019 2 മാർക്സിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇനി ഈ 2019 തൊട്ട് മുമ്പുള്ള 2018 ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 2 മാർക്സിന്. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ഓഡിറ്റ് നോട്ട് ബുക്ക്? റിപ്പീറ്റഡ് ആയിട്ട് ഇനി വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഓഡിറ്റ് നോട്ട് ബുക്ക്, അതേപോലെ ഓഡിറ്റ് മെമ്മോറാൻഡം എന്നൊക്കെ ഉള്ളതൊക്കെ ആ ഒരു പോർഷനെ വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ വാട്ട് ഈസ് ഓഡിറ്റ് നോട്ട് ബുക്ക്? ദെൻ വാട്ട് ഈസ് വൗച്ചിങ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ഈസ് വൗച്ചിങ്? ദെൻ വാട്ട് ഈസ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്? ദെൻ വാട്ട് ഈസ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്? ദെൻ വാട്ട് ഈസ് ഇൻറ്റേർണൽ കൺട്രോൾ? ഓക്കെ, ഇൻറ്റേർണൽ കൺട്രോൾ ആ ഏരിയ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്രയും അതൊക്കെ നന്നായി പഠിക്കുക. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്താണെന്ന് പഠിക്കുക, മാനേജ്മെൻറ്റ് ഓഡിറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് അഷ്യൂറൻസ്? ദെൻ അടുത്ത ചോദ്യം, വാട്ട് ആർ ബോണസ് ഷെയർസ്? ദെൻ വാട്ട് ഈസ് ടാക്സ് ഓഡിറ്റ്? കണ്ടോ, ഇത് റിപ്പീറ്റേഷനിലായി 2019 വന്നിട്ടുണ്ട്, വേറെ 2018 ഉണ്ട്. ദെൻ വാട്ട് ഈസ് ഓഡിറ്റ് ഫയൽ? ദെൻ വാട്ട് ഈസ് സ്പെഷ്യൽ ഓഡിറ്റ്? ഓക്കെ, ഇതാണ് 2018 2 മാർക്സിന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി 2017 2 മാർക്സ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ഇൻറ്റേർണൽ ഓഡിറ്റ്? എന്താണ് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് യു മീൻ ബൈ ഓഡിറ്റ് പ്രൊസീജിയർ? ദെൻ വാട്ട് ഈസ് ഓഡിറ്റ് പ്ലാൻ? ദെൻ ചോദിച്ചിരിക്കുന്ന എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാക്സ് ഓഡിറ്റ്. ടാക്സ് ഓഡിറ്റ് എന്താണെന്നാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ടാക്സ് ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സാണ് ചോദിച്ചിരിക്കുന്നത്. 2 മാർക്സിൻ്റെ രീതിയിൽ എഴുതിയാൽ മതി. ഓക്കെ, എങ്ങനെ പോയാലും ഒരു 6 സെൻറ്റൻസ് എങ്കിലും എഴുതിയിരിക്കണം, അല്ല ആ ഒരു പോയിന്റ്സിൽ കേട്ടോ. എന്നാലും നമുക്ക് 2 മാർക്സ് ഫുള്ളായിട്ട് കിട്ടത്തുള്ളൂ. Then what do you mean by vouching? Then ചോദിച്ചിരിക്കുന്ന what is an audit report? Explain EDP. Then ചോദിച്ചിരിക്കുന്ന what is audit in depth? Then social audit. പിന്നെ ചോദിച്ചിരിക്കുന്ന what do you mean by verification of assets and liabilities? ഇത്രയുമാണ് 2017 2 മാർക്സ് ചോദിച്ചിരിക്കുന്നത്. ദെൻ 2016 എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ 2015 ക്വസ്റ്റ്യൻ പേപ്പറാണ് 2 മാർക്സ്. ഫസ്റ്റ് വൺ, മെൻഷൻ ദ സബ്സിഡറി ഒബ്ജക്ട്സ് ഓഫ് ആൻ ഓഡിറ്റ്. സബ്സിഡറി ഒബ്ജക്റ്റ് ഓഫ് ഓഡിറ്റ്, ഓഡിറ്റിൻ്റെ സബ്സിഡറി ഒബ്ജക്ട്സ് ഏതൊക്കെയാണ്, എങ്ങനെയാണെന്നുള്ളത് 2 മാർക്സിൻ്റെ രീതിയിലേക്ക് എഴുതുക. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ? ദെൻ എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്കതിൽ മറ്റേ എറർ ഓഫ് കമ്മീഷൻ, ഒമിഷൻ ആ ഒരു പോർഷൻസ് ഇല്ല, അതൊക്കെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. അതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ്. Then what is compulsory audit? Then what is audit notebook? Then expand AASB. Then give any 2 advantages of internal check for the business. പിന്നെ ചോദിച്ചിരിക്കുന്നത് what do you mean by auditing through the computer? ഓക്കെ, ഓഡിറ്റിംഗ് നമ്മൾ കമ്പ്യൂട്ടർ വഴി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഹൗ ഷുഡ് പാറ്റൻറ്റ് ബി വാല്യൂഡ്? എങ്ങനെയാണ് പാറ്റൻറ്റ് വാല്യൂ ചെയ്യുന്നത് എന്ന്.
ദെൻ നെക്സ്റ്റ് വാട്ട് ആർ ദ കോലാട്രൽ വൗച്ചേഴ്സ്, എന്താണ് കോലാട്രൽ വൗച്ചേഴ്സ്? ചില കേസുകളിൽ ഇതിൻ്റെ എക്സാമ്പിൾ ചോദിക്കാറുണ്ട്, ഏതെങ്കിലും 2 എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കോലാട്രൽ വൗച്ചേഴ്സിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇത് ചോദിച്ചിരിക്കുന്നത് എന്താണ് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ദെൻ നെക്സ്റ്റ് വാട്ട് ആർ ദ ഒബ്ജക്ട്സ് ഓഫ് ക്രിയേറ്റിംഗ് സീക്രട്ട് റിസർവ്. ഓക്കെ, എന്താണ് ഒബ്ജക്റ്റീവ്സ്? ഏത് നമ്മൾ സീക്രട്ട് റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒബ്ജക്ട്സ് എന്താ? ദെൻ അടുത്തത് ഹൂ അപ്പോയിൻറ്റ് സബ്സിക്വൻറ്റ് ഓഡിറ്റർ ഓഫ് എ കമ്പനി, ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ഓക്കെ, ആരെ? സബ്സിക്വൻറ്റ് ഓഡിറ്റർ ഓഫ് എ കമ്പനി. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് ക്വാളിഫൈഡ് റിപ്പോർട്ട്. നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് പഠിക്കണ പോലെ തന്നെ ഇതിലും ക്വാളിഫൈഡ് റിപ്പോർട്ട് ഉണ്ട്. അതിൽ നമുക്ക് ഓർമ്മ വേണം കേട്ടോ, വേറെ പേരിലുണ്ട്. ക്ലീൻ റിപ്പോർട്ട് ഉണ്ട്, അൺക്വാളിഫൈഡ് റിപ്പോർട്ട് എന്നുണ്ട്, അങ്ങനെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടൈപ്പ് റിപ്പോർട്ട്സുകളെല്ലാം തന്നെ നന്നായിട്ട് പഠിക്കുക. കാരണം ഇത് 2 മാർക്സിന് മാത്രമല്ല കേട്ടോ ക്വാളിഫൈഡ് റിപ്പോർട്ട് ചോദിക്കാറ്, 4 മാർക്സിനും ചോദിക്കാറുണ്ട്. അപ്പോൾ അതും കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് അത് തൊട്ട് മുമ്പുള്ള വർഷത്തെ 2014 ക്വസ്റ്റ്യൻ 2 മാർക്സ്. വാട്ട് ഈസ് ഓഡിറ്റ് മാനുവൽ, എന്താണ് ഓഡിറ്റ് മാനുവൽ എന്ന്. ദെൻ വാട്ട് ഈസ് പ്രൈമറി വൗച്ചർ. ദെൻ ഡിഫൈൻ ഓഡിറ്റിംഗ്. ദെൻ വാട്ട് ഈസ് എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ, റിപ്പീറ്റഡ് ആണ്. അപ്പോൾ ഓഡിറ്റിംഗ് നോക്കണം, പ്രൈമറി വൗച്ചേഴ്സ്, ഓഡിറ്റ് മാനുവൽ ഇതെല്ലാം നോക്കണേ. പിന്നെ ഡിഫൈൻ ഓഡിറ്റ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് ലാസ്റ്റ് ചാപ്റ്ററിൽ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന ആ ഒരു പോർഷൻസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വൈ എ കമ്പനി ഈസ് ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്. ഓക്കെ, അതും ചോദിച്ചിട്ടുണ്ട് 2014 കേട്ടോ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് ദ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം. ദെൻ ഹൂ ഈസ് അപ്പോയിൻറ്റിംഗ് ദ ഫസ്റ്റ് ഓഡിറ്റർ ഓഫ് എ കമ്പനി. ദെൻ വാട്ട് ഈസ് ഇൻട്രീം ഓഡിറ്റ്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ക്ലാസിഫിക്കേഷനൊക്കെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഇതാണ് നമ്മൾ 2014 ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ മുമ്പ് വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ നോക്കാം. 2013 ചോദിച്ചിരിക്കുന്ന 2 മാർക്സ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ ഡിഫൈൻ കണ്ടിന്യൂസ് ഓഡിറ്റിംഗ്. ഡിഫൈൻ കണ്ടിന്യൂസ് ഓഡിറ്റിംഗ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. ദെൻ നെക്സ്റ്റ് വാട്ട് യു മീൻ ബൈ ഓഡിറ്റ് പ്ലാനിങ്. ദെൻ വാട്ട് ഈസ് ഇൻറ്റേർണൽ കൺട്രോൾ. ദെൻ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് യു മീൻ ബൈ വാല്യുവേഷൻ ഓഫ് ആൻ അസറ്റ്. ദെൻ ഡിഫൈൻ മാനേജ്മെൻറ്റ് ഓഡിറ്റ്. ദെൻ സ്റ്റേറ്റ് ബേസിക് ക്വാളിഫിക്കേഷൻസ് ഓഫ് ആൻ ഓഡിറ്റർ. ദെൻ വാട്ട് ഈസ് മീൻ ബൈ ക്ലീൻ റിപ്പോർട്ട്. നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നത് ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞില്ല, അതന്നെ ഞാൻ പറഞ്ഞ ടൈപ്സ് ഓഫ് റിപ്പോർട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി നോക്കണം. ദെൻ ഗിവ് 2 എക്സാമ്പിൾസ് ഫോർ വൗച്ചർ. അപ്പോൾ ആ പറയുന്ന വൗച്ചർ തന്നെ വാട്ട് ഈസ് വൗച്ചർ, എന്താണ് വൗച്ചിങ് എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കോലാട്രൽ വൗച്ചേഴ്സിൻ്റെ കാര്യം ചോദിച്ചു, പ്രൈമറി വൗച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എക്സാമ്പിൾ ഓഫ് വൗച്ചേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് റൈറ്റ് എനി 2 ലിമിറ്റേഷൻസ് ഓഫ് ആൻ ഇൻട്രീം ഓഡിറ്റ്. മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇൻട്രീം ഓഡിറ്റ് എന്താണെന്ന് ചോദിച്ചു, ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ 2013 ലിമിറ്റേഷൻസ് ഓഫ് ആൻ ഇൻട്രീം ഓഡിറ്റ്. ക്ലിയർ. ഇനി 2012 ചോദ്യം 2 മാർക്സിന് ഡിഫൈൻ ഓഡിറ്റിംഗ്. 2013 തന്നെ ചോദിച്ചിരിക്കുന്നില്ലേ ഡിഫൈൻ ഓഡിറ്റിംഗ്. ദെൻ നെക്സ്റ്റ് വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടീം വാല്യുവേഷൻ ഓഫ് ആസെറ്റ്. ദെൻ വാട്ട് ഈസ് ഇന്റേണൽ കൺട്രോൾ, റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻ. അടുത്ത റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻ നോക്കൂ, വാട്ട് ഈസ് മീൻ ബൈ ക്വാളിഫൈഡ് റിപ്പോർട്ട്. ദെൻ വാട്ട് യു മീൻ ബൈ ടാക്സ് ഓഡിറ്റ്. ടാക്സ് ഓഡിറ്റ് റിപ്പീറ്റഡ് ആണ്. ദെൻ ഡിഫൈൻ ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ്. ദെൻ വാട്ട് ഈസ് മീൻ ബൈ EDP. ദെൻ സ്റ്റേറ്റ് ബേസിക് ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്റർ. അപ്പോൾ അതിൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ എന്ന് പറയും ബേസിക് ക്വാളിഫിക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പേഴ്സണൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ പേഴ്സണൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്ന എക്സ്പ്ലനേഷൻ എഴുതേണ്ട കാര്യമില്ല. ബേസിക് ക്വാളിഫിക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത്, 2 മാർക്സിനാണ്. അപ്പോൾ അതിൻ്റെ ആ രീതിയിൽ മാത്രം എഴുതി വെച്ചാൽ മതി. ദെൻ ഹൗ വിൽ യു വൗച്ച് ക്യാഷ് സെയിൽസ് ഓഫ് എ കമ്പനി. എങ്ങനെയാണ് നമ്മൾ ക്യാഷ് സെയിൽസ് ഓഫ് എ കമ്പനി അതിൽ വൗച്ച് എങ്ങനെയൊക്കെയാണ് റെഡിയാക്കി വെക്കുന്നത് എന്നുള്ളത് കേട്ടോ. ഇത് കമ്പനിയിൽ സെയിൽസിൻ്റെ ഡീലിങ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. ഇനി അടുത്ത് നോക്കുന്നത് 2010 എനിക്ക് 2011 കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കിട്ടുവാണെങ്കിൽ അത് റെഫറൻസ് ചെയ്യണേ. 2010 2 മാർക്സ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ വാട്ട് ഈസ് മീൻ ബൈ ഓഡിറ്റിംഗ്. എന്താണ് ഓഡിറ്റിംഗ് എന്ന്. ദ നെക്സ്റ്റ് വാട്ട് ഈസ് ഒക്കേഷണൽ ഓഡിറ്റ്. അതൊക്കെ ക്ലാസിഫിക്കേഷനാട്ടോ വരുന്നത്. ദ നെക്സ്റ്റ് വാട്ട് ഈസ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ. ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വൗച്ചേഴ്സ്. ദെൻ വാട്ട് ഈസ് എ കണ്ടിജൻറ്റ് അസെറ്റ്. ദെൻ ഡിഫൈൻ വേരിഫിക്കേഷൻ ഓഫ് അസെറ്റ്. ഓക്കെ, ഇപ്പോൾ തന്നെ നമ്മൾ റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻ ഓഡിറ്റിംഗ് നോക്കി. പിന്നെ അതേപോലെ തന്നെ മറ്റ് വൗച്ചേഴ്സിൻ്റെ സെക്ഷനിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഒക്കേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്ന സമയത്ത് ഒക്കേഷണൽ ഓഡിറ്റ് വന്നില്ല എന്നേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ ക്ലാസിഫിക്കേഷനിലത്തെ ഒരു കാര്യം തന്നെയാണ് ഇത് ഒക്കേഷണൽ ഓഡിറ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മീൻ ബൈ ഫോർഫീച്ചേഴ്സ് ഓഫ് ഷെയർസ്. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് ലയബിലിറ്റി ഫോർ മിസ്ഫിനൻസ് ഓഫ് എ കമ്പനി ഓഡിറ്റർ. Then what are the different types of audit report. Then define cost audit. Then next what is management audit. Then next what do you mean by auditing standards.
ഓക്കെ, ഇതൊക്കെയാണ് 2010 ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ. 2009 ക്വസ്റ്റ്യൻ 2 മാർക്സിന് വാട്ട് യു മീൻ ബൈ ഓഡിറ്റ് സ്റ്റാൻഡേർഡ്, എന്താണ് ഓഡിറ്റ് സ്റ്റാൻഡേർഡ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്താണെന്ന് അത് ഡിഫൈൻ ചെയ്യാൻ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അല്ലേ ഇത്. ദെൻ വാട്ട് ഈസ് എഫിഷ്യൻസി ഓഡിറ്റ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഒരു ടൈപ്പ് തന്നെയാണ് ഏത് എഫിഷ്യൻസി ഓഡിറ്റ്. അപ്പോൾ അതൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കണം. കാരണം ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് എസ് ടൈപ്പ് ആയിട്ടൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതെല്ലാം ഓരോന്നോരോന്ന് പഠിച്ചാൽ അത് 2 മാർക്സിനും യൂസ്ഫുള്ളാണ്. Then next, what do you mean by footing? Then explain the term disclaimer of opinion. Then what is blank transfer? പിന്നെ ചോദിച്ചിരിക്കുന്നത് mention the civil liabilities of an auditor. Then next, what is CAT? CAAT. Then define vouching. What are compensating errors? Compensating errors ഒക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ മോഡ്യൂളിൽ തന്നെ ഉള്ളതാണ്, നന്നായിട്ട് നോക്കുക. Then define special audit. Then what is test checking? എന്താണ് ടെസ്റ്റ് ചെക്കിംഗ് എന്നുള്ളത്. ദെൻ തൊട്ട് മുമ്പുള്ള വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്സ് ഹൂ ഈസ് CAG. ദെൻ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ ഓഡിറ്റ്. ദെൻ ഡിഫൈൻ സോഷ്യൽ ഓഡിറ്റ്. ദെൻ വാട്ട് ഈസ് ടീമിംഗ് ആൻഡ് ലാഡിംഗ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, അത്രയും നല്ല യൂണിവേഴ്സിറ്റിക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ഈസ് ടീമിംഗ് ആൻഡ് ലാഡിംഗ് എന്നുള്ളത്. ദെൻ വാട്ട് ഈസ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ദെൻ ഡിഫൈൻ ക്യാപിറ്റൽ റിസർവ്. ദെൻ നെക്സ്റ്റ് ഡിഫൈൻ സ്റ്റോക്ക് ഡിവിഡൻഡ്. Then what is a qualified report? Then define contingent assets. Then define audit program. The next, what is systems audit? What is intrinsic value? Okay, ഇതൊക്കെ 2 മാർക്സിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് എന്ത് ചെയ്യാം, തൊട്ട് മുമ്പുള്ള വർഷത്തെ 2 മാർക്സ് നോക്കാം. Then next 2007 ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്സ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ ഡിഫൈൻ ഓഡിറ്റിംഗ്. Then next, what is compensating error? Repeated question ആണ് define auditing ഉം compensating error ഉം. Then third one, define wasting asset. Then what is transmissions of shares? Then next, what is cost audit? Repeated question. Then what is a clean audit report? Repeated. Then what is share warrant? Then state 2 limitations of auditing. Then what is blank transfer? Repeated question. Define proprietary audit. Then what is private audit? Define vouching. ഓക്കെ, ഇത്രയുമാണ് 2 മാർക്സിന് ക്വസ്റ്റ്യൻ. 2006 ക്വസ്റ്റ്യൻ 2 മാർക്സ്. ഫസ്റ്റ് വൺ ഡിഫൈൻ വൗച്ചർ. ദെൻ വാട്ട് ഡു യു മീൻ ബൈ സിങ്കിങ് ഫണ്ട്. ദെൻ സ്റ്റേറ്റ് 2 ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റിംഗ്. ദെൻ വാട്ട് ഡു യു മീൻ ബൈ റൊട്ടീൻ ചെക്കിംഗ്. ദെൻ വാട്ട് ഈസ് സീക്രട്ട് റിസർവ്. ഡിഫൈൻ പ്രൊപ്രൈറ്ററി ഓഡിറ്റ്. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ദെൻ വാട്ട് ഈസ് ബ്ലാങ്ക് ട്രാൻസ്ഫർ. Then what is alteration of share capital? Then what is a share warrant? What is audit report? ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആട്ടോ. Then what are the qualifications for post audit? നമ്മൾ ഓഡിറ്റ് നോട്ട്ബുക്ക് പഠിക്കണ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഓഡിറ്റ് മെമ്മോറാൻഡം. Then what is computer virus? Then define the term vouching. Vouching important ആണ്. Then state the objectives of share transfer audit. Then what is statutory audit? What is error of commission? ഓക്കെ, അപ്പോൾ ആ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ്സ് സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നന്നായി പഠിക്കുക. കാരണം അതിൽ നിന്ന് 2 മാർക്സും 5 മാർക്സും അതേപോലെ 5 അല്ല 4 മാർക്സും ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ എസ് എ ടൈപ്പ് തൊട്ട് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അതെല്ലാം അത്രയും വൃത്തിയായിട്ട് പഠിക്കുക. ദെൻ നെക്സ്റ്റ് 2005 ക്വസ്റ്റ്യൻ 2 മാർക്സ്. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് കോസ്റ്റ് ഓഡിറ്റ്. ദെൻ ഡിഫൈൻ സീക്രട്ട് റിസർവ്. വാട്ട് ഈസ് ഓഡിറ്റിംഗ്. വാട്ട് ഈസ് ടെസ്റ്റ് ചെക്കിംഗ്. ദെൻ എക്സ്പ്ലെയിൻ ദ ടേം ഓഡിറ്റ് ഇൻ ഡെപ്ത്. The next question, state any 2 functions of audit committee. ഓഡിറ്റ് കമ്മിറ്റിയുടെ ഏതെങ്കിലും 2 ഫംഗ്ഷൻസാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ഓഡിറ്റ് മെമ്മോറാൻഡം. നമ്മൾ ഓഡിറ്റ് മെമ്മോറാൻഡം നോക്കുമ്പോൾ ഓഡിറ്റ് നോട്ട്ബുക്ക് അതൊക്കെ എല്ലാം ഒരു ഏരിയ നന്നായി നോക്കണം. ദെൻ വാട്ട് ഈസ് കമ്പ്യൂട്ടർ വൈറസ്. ദെൻ ഡിഫൈൻ ദ ടേം വൗച്ചിങ്. സ്റ്റേറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഷെയർ ട്രാൻസ്ഫർ ഓഡിറ്റ്. ദെൻ വാട്ട് ഈസ് സ്റ്റാറ്റുട്ടറി ഓഡിറ്റ്. ദെൻ വാട്ട് ഈസ് എറർ ഓഫ് കമ്മീഷൻ. നമ്മൾ പറഞ്ഞു എറർ ഓഫ് കമ്മീഷൻ, ഒമിഷൻ, ഡ്യൂപ്ലിക്കേഷൻസ് അതൊക്കെ ഇല്ല, അതെല്ലാം നന്നായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക കേട്ടോ. The next 2004 question, what do you mean by audit principle? Define cost audit. What is audit manual? What is audit committee? Define internal control and what is realizable value. Okay, ഇതൊക്കെ 2004 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ ഓഡിറ്റ് കോസ്റ്റും ക്ലാസിഫിക്കേഷൻ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇൻടാഞ്ചിബിൾ അസറ്റ് ആൻഡ് ഫിറ്റിഷ്യസ് അസറ്റ്. Then what is profit prior to incorporation? Then what is statutory report? Define internal audit. What is a voucher? Then what is routine checking? ഓക്കെ, ഇതിൽ തന്നെ റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻസാണ് വന്നിരിക്കുന്നത്. എല്ലാം നല്ല രീതിയിൽ നന്നായിട്ട് പഠിക്കുക.
ഇനി അതിന് തൊട്ട് മുമ്പുള്ള വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്സ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഓഡിറ്റിംഗ്? ഓഡിറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡിഫൈൻ ഓഡിറ്റ് നോട്ട്ബുക്ക്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. ദെൻ വാട്ട് ആർ വർക്കിംഗ് പേപ്പേഴ്സ്? ദെൻ വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ഓഫ് ഓഡിറ്റിംഗ്? ദെൻ പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ഓഡിറ്റ് പ്രോഗ്രാം? ദെൻ നെക്സ്റ്റ് 6th ചോദിച്ചിരിക്കുന്നത് ഡിഫൈൻ വേരിഫിക്കേഷൻ. ദെൻ ഡിഫൈൻ ഫ്രോഡ്. ദെൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് മീൻ ബൈ ഇൻട്രീം ഡിവിഡൻഡ്. ദെൻ ഡിഫൈൻ കോസ്റ്റ് ഓഡിറ്റ്. Then define wasting asset, then define voucher, then define voluntary audit. ഓക്കെ, ഇതൊക്കെയാണ് 2003 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് 2 മാർക്സിന്. ഇത്രയുമാണ് 15 ഇയേഴ്സിലത്തെ ക്വസ്റ്റ്യൻസ് ഉള്ളത് 2 മാർക്സിൻ്റെ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ എസ്എ ക്വസ്റ്റ്യനും അതേപോലെ തന്നെ ഷോർട്ട് ആൻസേഴ്സ് ആയിട്ടുള്ള 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യനും കൂടി ഉൾപ്പെടുത്താം. അപ്പോൾ നന്നായിട്ട് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ഈ വീഡിയോ കണ്ടിട്ട് അത് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഏതൊക്കെ ക്വസ്റ്റ്യനാണ് ഇമ്പോർട്ടൻസ് എന്ന് നോക്കിയിട്ട് പഠിക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ വീഡിയോ യൂസ്ഫുള്ളായ ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.